ഇത് നിങ്ങൾ ഹൈദരാബാദിൽ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇപ്പം മമിതയെക്കുറിച്ച്, മമിത അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരാളാണ്, മമിതയെ കാണാനൊക്കെ കിട്ടാറുണ്ട്. നസ്ലിൻ എന്ന് പറയുന്ന വ്യക്തിയെ ഞങ്ങൾ ഒരു സ്ഥലത്ത് കാണാറില്ല. ഈ പ്രൊമോഷനൊക്കെ വരുമ്പോൾ എപ്പോഴെങ്കിലും ഒരു മിന്നായം പോലെ കാണുന്ന ഒരാളാണ്. ശരിക്കും അത്രയും തിരക്കാണോ സെറ്റിൽ നസ്ലിൻ? കാണാനൊക്കെ കിട്ടുമോ? സെറ്റില് പിന്നെ വഴിയില്ലല്ലോ അത്. പിന്നെ മമിത വിളിച്ചാലും നസ്ലിൻ ഫോൺ എടുക്കാറുണ്ടോ? ഓ ഇല്ല, കണക്കാ. അപ്പൊ നമ്മൾ മുന്നിൽ മാത്രമല്ല. ഇല്ല, അങ്ങനെയില്ല കേട്ടോ. അവൻ ബേസിക്കലി ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഇപ്പം ഫോൺ എടുക്കുമ്പോൾ ചില സമയത്ത് അവന് കിട്ടാറില്ല. പക്ഷെ ചില സമയത്ത് അവൻ ഫ്രീ ആവുന്ന സമയത്ത് തിരിച്ചു വിളിക്കും. അല്ലാന്നുണ്ടെങ്കിലും മെസ്സേജിന് റിപ്ലൈ ഉണ്ടാവും എന്തായാലും. അപ്പം ഓൾട്ടർനേറ്റ് ഓപ്ഷൻസ് ഉണ്ട്. എന്നാലും ആൾ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഒരു റിസർവ്ഡ് ആയിട്ടുള്ള ഒരു ആളാണ്. ഇപ്പം ഒരുമിച്ച് ഒരുപാട് അങ്ങനെ വാച്ച് ഔട്ട് ചെയ്യുന്ന ഒരാൾ ആരായിരിക്കും? എനിക്കും എൻ്റെ ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞ് നോക്കുന്ന ഒരാളാരായിരിക്കും? ഞാൻ മലയാളമാണ് ചോദിക്കുന്നത് കേട്ടോ. നസ്ലൻ അവൻ അവൻ്റെ വർക്കിംഗ് സ്റ്റൈലാണെങ്കിലും അവൻ്റെ രീതികളൊക്കെ ഞാൻ ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരാളാണ്. കാരണം സെയിം ഏജ് ആണല്ലോ. അപ്പം അവൻ എവിടെ നിന്ന് തുടങ്ങി ഇപ്പം എവിടെ വന്ന് നിൽക്കുന്നു എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, അത് ആ ഒരു ജേർണി എനിക്ക് ഭയങ്കര ആള് അടുത്ത സ്റ്റെപ്പ് എന്താ, അവിടുത്തെ അവനെ ലെവലപ്പ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണോ ഉള്ളത്, അടുത്ത് ഗ്രാഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന എന്താണുള്ളത്, അതൊക്കെ കറക്റ്റായിട്ട് അവെയറാണ്. അത് അങ്ങനെ കിട്ടാന്ന് പറയുന്നത് കുറച്ച് പാടാണ്. എനിക്കിത് അത്രയും പോലും ക്ലാരിറ്റി ഇല്ല. അവൻ്റെ അത്രയും ക്ലാരിറ്റി ഇല്ല എനിക്ക്. പക്ഷെ അവൻ കുറച്ചുകൂടെ അവൻ്റെ കാര്യത്തിൽ ക്ലാരിറ്റി ഉള്ള ആളാണ്. അത് ഭയങ്കര നോക്കി കാണുന്ന ഒരാളാണ്.